റിപ്പയറാണോ? കൊച്ചവരൊക്കെ എവിടെ പോകേണ്ടത്? അതിലോട്ട് കയറിക്കോ, കൊണ്ടുവിട്ടേക്കാം. ഇങ്ങോട്ട് കയറടി. എന്ത് പറഞ്ഞാ? എന്റെ സാറേ, മരിച്ചത് രണ്ടും വല്യേടത്തെ പിള്ളേരാ. സ്വർണ്ണക്കട ഭാസ്കരന്റെ മോനും കൺട്രാക്ടർ തോമാച്ചന്റെ മോനും എന്ന് കരുതി നമ്മൾ എന്ത് ചെയ്യാനാണ്? തങ്ങളെ രക്ഷിച്ചത് അജ്ഞാതനായ ഒരാളാണെന്ന് സ്കൂട്ടറിൽ വന്ന ദമ്പതികൾ പറയുന്നു. മരിച്ചവരുടെ തലയ്ക്ക് ശക്തിയായി അടിയേറ്റിട്ടു. എന്റെ പൊന്ന് സാറേ, അത് കള്ളു കുടിച്ച് ലെക്കില്ലാതെ ബൈക്ക് വരുമ്പം റോഡ് ഏത് കുഴി ഏത് എന്ന് തിരിച്ചറിയാൻ പാടില്ലാതെ ഉരുണ്ട് വീണ് തലയ്ക്ക് അടി പറ്റിയതായി കൂടാന്നുണ്ടോ? പറയുമ്പോ അതേ പ്രസംഗമാണെന്ന് പറയുകയല്ലെങ്കിൽ ഞാൻ ഒരു കാര്യം പറയാം. മദ്യപിച്ച് ബൈക്ക് ഓടിക്കവേ നിയന്ത്രണം നഷ്ടപ്പെട്ടിട്ടുണ്ടായ അപകട മരണം. താൻ എന്താണ് കുട്ടമ്പിള്ളി പറയുന്നത്? അത്രേ ഒക്കൂ സാറേ. അല്ല, നമ്മൾ വില ഉണ്ടാക്കിയിട്ട് എന്താ കാര്യം? ചത്ത പാർട്ടി രണ്ടും അത്ര ശുദ്ധ പാർട്ടി ആയിരുന്നില്ലെന്ന് നമുക്കറിയാവേ. മേളിലൊരു മൂപ്പരിപ്പുണ്ട്, അങ്ങേരുടെ ഫയലിൽ യവന്മാരെ ക്ലോസ് ചെയ്തു എന്ന് എഴുതി കാണും. പിന്നെ നമ്മൾ പിടിച്ചാലുണ്ടോ നിൽക്കുന്നു? റോഡ് ഒക്കറൻസ് എന്ന് എഴുതി സാറാ ഫയലങ്ങ് ക്ലോസ് ചെയ്യണം. ആ സമയം തെറ്റാതെ കഴിക്കണം. നെക്സ്റ്റ്. ഇരിക്കൂ. എന്താണ് പ്രോബ്ലം? സാർ, ഒരു ജോലി. ജോലിയോ? ഇത് ഞാൻ ഇതുവരെ കേൾക്കാത്ത ഒരു സൂക്കറാണല്ലോ. മരുന്ന് വേണം, ഇഞ്ചക്ഷൻ വേണമെന്നൊക്കെ പറഞ്ഞ് പലരും ഇവിടെ വരാറുണ്ട്. ജോലി വേണമെന്ന് പറഞ്ഞ ഒരാൾ ഇവിടെ വരുന്നത് ഇതാദ്യമാണ്. നിങ്ങളെ ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടല്ലോ. അത് നിങ്ങളല്ലേ അത് പല്ല് വെച്ചിട്ട് ഓടിയത്? അതെ സാർ, ഒരു ജോലിയും ഇല്ലാതെ ഓടിയതാണ് സാർ. ഞാനൊരു ഫസ്റ്റ് ക്ലാസ് ഡിഗ്രി ഹോൾഡറാണ് സാർ. അച്ഛനും അമ്മയും ഇല്ല, ഒരമ്മാവൻ മാത്രമേ ബാക്കിയുള്ളൂ. ജോലി തേടി അലയാൻ ഇനി ഒരിടം ബാക്കിയില്ല സാർ. അതിനനിയ ഞാനൊരു ഡോക്ടറാണ്, ഇതൊരു ഹോസ്പിറ്റലാണ്. ഇവിടെ ഇപ്പോ എന്ത് ജോലിയായാലും മതി, ഒരു സ്വീപ്പറുടെ എങ്കിലും. ഡോക്ടർ എന്നെ ഒന്ന് സഹായിക്കണം പ്ലീസ്. സിസ്റ്റർ, നമ്മുടെ അക്കൗണ്ട്സിലെ മേരി തോമസ് 3 മാസത്തേക്ക് ലീവിലല്ലേ? അതെ സർ. തൽക്കാലം ഇയാൾ അവിടെ ഇരിക്കട്ടെ. ശരി സർ. വാട്ട്സ് യുവർ നെയിം യങ് മാൻ? അരുൺകുമാർ. ലുക്ക് മിസ്റ്റർ അരുൺകുമാർ, ദിസ് ഇസ് നോട്ട് എ പെർമനന്റ് ജോബ്, ജസ്റ്റ് ഫോർ 3 months. അതിനകം എവിടെയെങ്കിലും കയറി പറ്റണം. താങ്ക് യു സാർ, ഈ ഉപകാരം ഞാൻ ജീവിതത്തിൽ മറക്കില്ല. സിസ്റ്റർ, മിസ്റ്റർ അരുണിന് ഓഫീസ് കാണിച്ചു കൊടുക്കും. ശരി ഡോക്ടർ, വരും.
വാസുവേട്ടാ, ഇതല്ലേ ഡോക്ടർ? അതെ സാറേ. പാവം, കണ്ണി ചോരയില്ലാത്ത പ്രവൃത്തിയല്ലയോ ഒടേ തമ്പുരാൻ ആ തങ്കപ്പെട്ട മനുഷ്യരോട് ചെയ്തത്. അല്ല സാറേ, സാറിന് ജോലി അക്കൗണ്ട് സെക്ഷൻ അല്ലേ? അതെ. പിന്നെ തന്നെ സാറേ വാടി കിടന്ന് ഇറങ്ങുന്നേ? അത് ഞാൻ ക്യാൻറ്റീനിൽ പോയതാ. ക്യാൻറ്റീൻ അവിടെ അല്ലേ സാറേ? അവിടെയോ? ആ, ഓ ശരി, ഓക്കെ. ജലദോഷം എന്ന് പറഞ്ഞ ആളാ കുടിക്കുന്നുണ്ടല്ലേ ഐസ് വാട്ടർ. സാറ് പഠിച്ച മെഡിക്കൽ കോളേജിൽ എല്ലാം തല കേൾക്കാൻ തൂക്കാവും പഠിപ്പിച്ചത്. ആരോമൽ നീ അഭിലാഷം നീ ആരെന്നുയിരാണു നീ ആനന്ദവാസന്തമായി വിരിയുന്നു നീ. അല്ല, എന്തിനാ കിടപ്പാടം പറയാൻ ഇത്ര വലിയ അത്യാവശ്യം എന്താ? എന്റെ മോടെ കല്യാണത്തിനാ. അവക്ക് വയസ്സ് 10-26. സ്ത്രീധനത്തിന്റെ കാര്യത്തിലാ ഇത്രയും നീണ്ടുപോയത്. മറ്റൊരു വഴിയില്ല. അത് ശരി. രൂപ മുഴുവനും ഉണ്ടോന്ന് എണ്ണി നോക്കി. അതൊക്കെ ഉണ്ടാവൂടി. ഇതാ നോക്കി.
ജില്ലയിലെ പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ഗവൺമെന്റിനും ജനങ്ങൾക്കും നല്ല മതിപ്പായിരുന്നു. എന്നാൽ ഒന്നിനു പുറകെ ഒന്നായി 4 കൊലപാതകങ്ങൾ ഇവിടെ നടന്നു. ഇതുവരെ തെളിവുകളൊന്നും കിട്ടിയിട്ടില്ല. ഇത് നമ്മുടെ കാര്യപ്രാപ്തിയുടെ മുന്നിൽ ഒരു ചോദ്യചിഹ്നമായി തീർന്നിരിക്കുകയാണ്. അറ്റ് എനി കോസ്റ്റ് കുറ്റവാളിയെ കണ്ടുപിടിച്ചേ മതിയാകൂ. അതിനുവേണ്ടി എത്ര സ്ട്രെയിൻ എടുത്താലും അധികമാവില്ല. ഈ കേസുകളുടെ പ്രത്യേക ചുമതല ഞാൻ മിസ്റ്റർ ഗോപിനാഥനെ ഏൽപ്പിക്കുകയാണ്. താങ്ക് യു സർ. ഹോം മിനിസ്റ്ററുടെയും ചീഫ് മിനിസ്റ്ററുടെയും പ്രത്യേക നിർദ്ദേശപ്രകാരമാണ് ഈ അപ്പോയിന്റ്മെന്റ്. ഐ ഹോപ്പ് യു വിൽ ഡു ജസ്റ്റിസ് ടു ദിസ് ട്രസ്റ്റ്. യെസ് സർ. ഗിവ് മി ദ ഫയൽ. അടുപ്പിച്ച് 4 ചെറുപ്പക്കാർ ഇവിടെ കൊല്ലപ്പെട്ടു. വ്യത്യസ്ത സാഹചര്യങ്ങളിലാണെങ്കിൽ പോലും അപകട മരണങ്ങളെന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ വയ്യ. ഡു യു ഗെറ്റ് മീ സർ? വെൽ, ആദ്യമായി എനിക്ക് വേണ്ടത് കൊല്ലപ്പെട്ട ഈ 4 ചെറുപ്പക്കാരെ കുറിച്ചുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ആണ്. ലൈക്ക് പ്രീവിയസ് ഹിസ്റ്ററി, ഫാമിലി ബാക്ക്ഗ്രൗണ്ട്, ഫ്രണ്ട്സ്, എല്ലാം മുഴുവൻ തരാം സാർ. ഇറ്റ്സ് ഓൾമോസ്റ്റ് റെഡി. ഗുഡ്. 2 സംഭവങ്ങളും കോറിലേറ്റ് ചെയ്യാൻ പ്രഥമ ദൃഷ്ടിയ നമുക്ക് ന്യായം കാണില്ല. പക്ഷേ അന്വേഷണത്തിന്റെ ഈ സ്റ്റേജിൽ നമുക്ക് എല്ലാ മാർഗങ്ങളും നോക്കണം. ശരിയാണ് സാർ. ഇൻസിഡന്റലി കൊല്ലപ്പെട്ട ഈ 4 പേരും ചില കേസുകളിൽ ഒരുമിച്ച് പ്രതികളായിരുന്നു, അല്ലേ? അതെ സാർ. അവർ ശിക്ഷിക്കപ്പെട്ടോ ഇല്ലയോ? വെൽ, ദാറ്റ്സ് എ ഡിഫറന്റ് ക്വസ്റ്റ്യൻ. ഒരു ഡോക്ടറുടെ ഫാമിലിയിൽ ഉണ്ടായ ട്രാജഡി ആയിരുന്നു അതിലെ പ്രധാനപ്പെട്ട ഒരു കേസിന്റെ ബാക്ക്ഗ്രൗണ്ട്, അല്ലേ? യെസ് സർ. ഹു ഈസ് ദാറ്റ് ഡോക്ടർ? ഡോക്ടർ രാമേന്ദ്രൻ. ഹൗ ഈസ് ഹി? ഹി ഈസ് എ വെരി ഡീസന്റ് ജെന്റിൽമാൻ. ഡോക്ടറുടെ ഭാര്യ മരിച്ചു. സഹോദരി മനസ്സിന്റെ സമനില തെറ്റി ഹോസ്പിറ്റലിലാണ്. ആം ഐ റൈറ്റ്? യെസ് സർ. വെൽ സിസ്റ്റർ സോണിയ, ഈ ഹോസ്പിറ്റലിൽ എത്തിയിട്ട് എത്ര വർഷമായി? 4 വർഷം. ഡോക്ടർ രാമചന്ദ്രൻ ഈ ഹോസ്പിറ്റൽ പഴയതുപോലെ അത്ര ശ്രദ്ധിക്കാറില്ല, ശരിയല്ലേ? ഏയ്, അങ്ങനെയൊന്നുമില്ല. ഭാര്യ മരിച്ചതിന് ശേഷം കൂടുതൽ സമയം ഇവിടെ തന്നെ. രാത്രിയിൽ വരാറുണ്ടോ? ചിലപ്പോൾ 10 മണി വരെ ഇവിടെ തന്നെ കാണും. ഓ, ഐ സി. അല്ല, അടുത്ത കാലത്തായി 3-4 കൊലപാതകങ്ങൾ ഉണ്ടായല്ലോ. അതേപ്പറ്റി ഡോക്ടർ എന്തെങ്കിലും പറയുകയുണ്ടായോ? അല്ല, വെറുതെ എന്തെങ്കിലും? എക്സ്ക്യൂസ് മീ സർ, നാട്ടിൽ നടക്കുന്ന കൊലപാതകങ്ങളെ പറ്റി ഡോക്ടർ അഭിപ്രായം പറയുന്നത് എന്തിനാ? ഹേയ്, അങ്ങനെയല്ല. ഈ കൊല്ലപ്പെട്ടവരും ഡോക്ടറും തമ്മിൽ ശത്രുക്കളായിരുന്നില്ലേ? അതുകൊണ്ട് ചോദിച്ചെന്നേ ഉള്ളൂ. ഡോക്ടർക്ക് ആരോടും ശത്രുതയില്ല. എല്ലാവരെയും സ്നേഹിക്കുന്ന ഒരു മനുഷ്യ സ്നേഹിയാണ് അദ്ദേഹം. അതെ അതെ അതെ, ഞാനും കേട്ടിട്ടുണ്ട്. ഹീസ് എ വെരി ഫൈൻ ജെന്റിൽമാൻ. പക്ഷെ ഇതല്ല. ഭാര്യയെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതികളാണല്ലോ മരിച്ചത്. അപ്പോ സ്വാഭാവികമായും ഡോക്ടർക്ക് അതിൽ സന്തോഷം കാണുമല്ലോ.